Welcome to Wings to Win Education. Macroeconomics inflation and Phillips curve. ഇവിടെ ബിസിനസ് സൈക്കിളിന്റെ തിയറീസിന്റെ കണ്ടിന്യൂഷൻ ആണ്. ബിസിനസ് സൈക്കിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 3 തിയറീസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ സാമുവൽസന്റെ മൾട്ടിപ്ലയർ എക്സലറേറ്റർ ഇന്ററാക്ഷൻ തിയറിയും അതുപോലെ തന്നെ ഹിഗ്സിയൻ തിയറിയുമാണ് പഠിക്കുന്നത്. ഫസ്റ്റ് കെയ്ൻസ് തിയറി. എന്താണ് കെയ്ൻസ് തിയറി? ബിസിനസ് സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള മറ്റൊരു തിയറിയാണ് കെയ്നീഷ്യൻ തിയറി എന്ന് പറയുന്നത്. കെയ്ൻസ് ബിസിനസ് സൈക്കിളിനെ എങ്ങനെയാണ് നോക്കിക്കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ്. കെയ്ൻസ് അദ്ദേഹത്തിന്റെ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 1930s-ലാണ്. ഇക്കണോമിക്കലി 1930s-ന്റെ പ്രാധാന്യം എന്താണെന്നറിയാം. 1930s-ലാണ് ഗ്രേറ്റ് ഡിപ്രഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. 1930s-ലെ ഗ്രേറ്റ് ഡിപ്രഷന്റെ ഒരു കാലഘട്ടത്തിലാണ് കെയ്ൻസ് അദ്ദേഹത്തിന്റെ തിയറിയുമായിട്ട് വരുന്നത്. ആ ഒരു 1930s വരെ ഗ്രേറ്റ് ഡിപ്രഷൻ സംഭവിക്കുന്നത് വരെ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് ആയിരുന്നു മുൻപന്തിയിൽ നിലനിന്നിരുന്നത്. രാജ്യത്തിന്റെ മുൻപന്തിയിൽ നിലനിന്നിരുന്നത് ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകളായിരുന്നു. എന്നാൽ ഗ്രേറ്റ് ഡിപ്രഷൻ വന്നതോടുകൂടി ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകളുടെ പ്രാധാന്യം നഷ്ടമായി. അവർക്ക് ഈ ഒരു ഗ്രേറ്റ് ഡിപ്രഷനിൽ നിന്നും രാജ്യത്തെ കരകയറ്റുന്നതിനുള്ള ഒരു വിധത്തിലുള്ള പരിഹാര മാർഗങ്ങളും നൽകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ക്ലാസിക്കലിസ്റ്റുകൾക്കുള്ള ഒരു മറുപടിയുമായിട്ടാണ് ആര് വരുന്നത്? ജെ.എം. കെയ്ൻസ്, ജോൺ മൈനാർഡ് കെയ്ൻസ് ഉദയം കൊള്ളുന്നത്. ക്ലാസിക്കലിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇക്കോണമി എപ്പോഴും ഫുൾ എംപ്ലോയ്മെന്റ് സിറ്റുവേഷനിലായിരിക്കും, അതായത് ഫുൾ എംപ്ലോയ്മെന്റ് കണ്ടീഷനിലായിരിക്കും ഇക്കോണമി നിലനിൽക്കുന്നത്. ഇനി അഥവാ അൺഎംപ്ലോയ്മെന്റ് സംഭവിച്ചാൽ, ഇക്കോണമിയിൽ സമ്പദ് വ്യവസ്ഥയിൽ അൺഎംപ്ലോയ്മെന്റ് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അൺഎംപ്ലോയ്മെന്റ് നിലനിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് ഫോഴ്സസ് ആയിട്ടുള്ള ഇക്കണോമിക് ഫോഴ്സസ് ആയിട്ടുള്ള ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ഡിമാൻഡും സപ്ലൈയും കൂടെ അവിടെ പ്രവർത്തിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അൺഎംപ്ലോയ്മെന്റിൽ നിന്നും എംപ്ലോയ്മെന്റ് സിറ്റുവേഷനിലേക്ക് ഇക്കോണമിയെ കൊണ്ടെത്തിക്കുകയും ചെയ്യും എന്നുള്ളതായിരുന്നു ക്ലാസിക്കലിസ്റ്റുകളുടെ വാദം. എന്നാൽ ഗ്രേറ്റ് ഡിപ്രഷന്റെ സമയത്ത് ഹയർ ആയിട്ട് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവുകയും ഈ അൺഎംപ്ലോയ്മെന്റിനെ മറികടക്കാൻ ഡിമാൻഡിനോ സപ്ലൈക്കോ കഴിയാതെ വരികയും ചെയ്തു. അതായത് ക്ലാസിക്കലിസ്റ്റിന്റെ വാദം അവിടെ വെച്ച് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് കെയ്ൻസ് ഉദയം കൊള്ളുന്നത്. കെയ്ൻസിന്റെ അഭിപ്രായത്തിൽ ടോട്ടൽ ഡിമാൻഡ് ആണ് എന്ത് തീരുമാനിക്കുന്നത്? ഇക്കണോമിക് ഫാക്ടേഴ്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതായത് എക്കണോമിക് ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഇൻകവും എംപ്ലോയ്മെന്റും ഔട്ട്പുട്ടുമെല്ലാം ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്? ടോട്ടൽ ഡിമാൻഡ് ആണ്. ടോട്ടൽ ഡിമാൻഡ് എന്ന് വെച്ചാൽ കൺസ്യൂമർ ഗുഡ്സും ക്യാപിറ്റൽ ഗുഡ്സും കൂടിയിട്ടുള്ള കൺസ്യൂമർ ഗുഡ്സിന്റെയും ക്യാപിറ്റൽ ഗുഡ്സിന്റെയും ഒരുമിച്ചുള്ള ഡിമാൻഡിനെയാണ് ടോട്ടൽ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഈ ടോട്ടൽ ഡിമാൻഡ് ആണ് എന്ത് തീരുമാനിക്കുന്നത്? ഇക്കണോമിക് ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഇൻകത്തെയും എംപ്ലോയ്മെന്റിനെയും ഔട്ട്പുട്ടിനെയും ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ആരുടെ വാദം? നമ്മുടെ ജെ.എം. കെയ്ൻസിന്റെ വാദം. അപ്പോൾ ക്ലാസിക്കലിസ്റ്റിന് മറുപടിയുമായിട്ടാണ് ആര് വരുന്നത്? ജെ.എം. കെയ്ൻസ് വരുന്നത്. 1930s-ലെ ഗ്രേറ്റ് ഡിപ്രഷന്റെ സമയത്താണ് കെയ്ൻസ് ഉദയം കൊള്ളുന്നത്. ഓക്കെ, ഇക്കണോമിക് ഫാക്ടേഴ്സ് ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഇക്കണോമിക് ഫാക്ടേഴ്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ടോട്ടൽ ഡിമാൻഡ് ആണ്. ടോട്ടൽ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ കൺസ്യൂമർ ഗുഡ്സിന്റെയും ക്യാപിറ്റൽ ഗുഡ്സിന്റെയും ഡിമാൻഡാണ് എന്തിനെ തീരുമാനിക്കുന്നത്? നമ്മുടെ ഇക്കണോമിക് ഫാക്ടേഴ്സിനെ തീരുമാനിക്കുന്നത്. ഇങ്ങനെ ഡിമാൻഡ് കൂടുതലായാൽ, ടോട്ടൽ ഡിമാൻഡ് കൂടുതലായാൽ ഇക്കോണമിയിൽ എന്ത് സംഭവിക്കും? ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റും എക്സ്പെൻഡിച്ചർ ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസും കൂടും. ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റും വർദ്ധിക്കും, അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ ഓൺ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസും വർദ്ധിക്കും. ഇതിന്റെ ഭാഗമായിട്ട് പ്രൊഡക്ഷൻ വുഡ് ഓൾസോ ഇൻക്രീസസ്. ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിക്കുന്നതിന്റെ ഭാഗമായിട്ട് പ്രൊഡക്ഷനും എന്ത് ചെയ്യും? വർദ്ധിക്കും. ഇങ്ങനെ വർദ്ധിച്ച പ്രൊഡക്ഷൻ എന്തിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കും? എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിലേക്കും അതുവഴി കൂടുതൽ ഇൻകം ലെവലിലേക്കും എക്കോണമിയെ കൊണ്ടെത്തിക്കും. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഡിമാൻഡ്, അതായത് കൺസ്യൂമർ ഗുഡ്സിന്റെയും ക്യാപിറ്റൽ ഗുഡ്സിന്റെയും കമ്പൈൻ ആയിട്ടുള്ള ഒരു ഡിമാൻഡിനെയാണ് ടോട്ടൽ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഈ ടോട്ടൽ ഡിമാൻഡ് കൂടുതലായാൽ എക്കണോമിക് ഫാക്ടേഴ്സിൽ മാറ്റം വരും. കാരണം ടോട്ടൽ ഡിമാൻഡ് കൂടിയാൽ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് മാറ്റം വരും, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. ടോട്ടൽ ഡിമാൻഡ് കൂടിയാൽ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നു, പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നു, ഇൻകം ലെവലും കൂടുന്നു. ഇനി അതർവൈസ്
ടോട്ടൽ ഡിമാൻഡ് കുറവാണ് എന്നുണ്ടെങ്കിലോ, ടോട്ടൽ ഡിമാൻഡ് ലോ ആണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും സംഭവിക്കുന്നത്. പ്രൊഡക്ഷൻ അവിടെ കുറയും. കാരണം ഡിമാൻഡ് കുറയുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുന്നു, പ്രൊഡക്ഷൻ കുറയുന്നു, ഇൻകവും ഔട്ട്പുട്ടും എല്ലാം പിന്നീട് എന്ത് ചെയ്യുന്നു, കുറഞ്ഞ് വരുന്നു. അതുകൊണ്ട് ചേഞ്ചസ് ഇൻ ഇൻകം ആൻഡ് ഔട്ട്പുട്ട് ലെവൽ ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ചേഞ്ചസ് ഇൻ ടോട്ടൽ ഡിമാൻഡ്. ടോട്ടൽ ഡിമാൻഡിലെ ചേഞ്ചിനനുസരിച്ചാണ് ഇക്കണോമിക് ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഇൻകവും ഔട്ട്പുട്ടും എല്ലാം ഒരു ഇക്കോണമിയിൽ തീരുമാനിക്കപ്പെടുന്നത്. ഡിമാൻഡിൻ്റെ ചേഞ്ചസ് എത്രത്തോളമാണ്, ടോട്ടൽ ഡിമാൻഡിൻ്റെ ചേഞ്ചസ് എത്രത്തോളമാണ്, അതിനനുസരിച്ചായിരിക്കും ഇൻകവും ഔട്ട്പുട്ടും ചേഞ്ച് ചെയ്യുന്നത്. ടോട്ടൽ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്തിനൊക്കെ അഫക്റ്റ് ചെയ്യുന്നു? ടോട്ടൽ ഡിമാൻഡ് ഈസ് അഫക്റ്റഡ് ബൈ ചേഞ്ചസ് ഇൻ ദി ഡിമാൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഡിമാൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡിലെ മാറ്റം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ടോട്ടൽ ഡിമാൻഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്ത് മാറ്റം വരുന്നു അതിനനുസരിച്ചും ഡിമാൻഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തിൻ്റെ എല്ലാം ഫങ്ഷൻസ് ആണ്? ഇൻവെസ്റ്റ്മെൻറ്റ് തീരുമാനിക്കപ്പെടുന്നത് ആരാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് തീരുമാനിക്കപ്പെടുന്ന 2 ഫാക്ടേഴ്സ് ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് പ്രോഫിറ്റും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നിലനിൽക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ്, മാർക്കറ്റിൽ നിലനിൽക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, പണം കടം വാങ്ങിക്കുമ്പോൾ അല്ല ലോണൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണ്, അതാണ് ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് തീരുമാനിക്കപ്പെടുന്ന ഒന്നാമത്തെ ഘടകം. ദെൻ സെക്കൻഡ് വൺ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് പ്രോഫിറ്റ്. എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് പ്രോഫിറ്റിന് കെയ്ൻസ് MEC മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ എന്നുള്ളത് കൊണ്ടാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. എന്താണ് എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്? ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും ലഭിക്കുന്ന ലാഭം എത്രയാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും ലഭിക്കുന്ന പ്രോഫിറ്റ് എത്രയാണ്, അതിനെയാണ് എന്ത് പറയുന്നത്, എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഈ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് പ്രോഫിറ്റ് ആണ് കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ എന്ത് MEC എന്ന് പറയുന്നത്. അതിനെ നമുക്ക് എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി എക്സ്പെക്റ്റഡ് റവന്യൂ ജനറേറ്റഡ് ബൈ ദി ക്യാപിറ്റൽ എംപ്ലോയിഡ് ആൻഡ് ദി കോസ്റ്റ് ഇൻകേർഡ് ടു എംപ്ലോയ് ദാറ്റ് ക്യാപിറ്റൽ. അതായത് ഇതിൻ്റെ പ്രോഫിറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രോഫിറ്റ് ആണ്. റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതും കോസ്റ്റ് ഇൻകർ ചെയ്യുന്നതും തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് എന്ത്, റവന്യൂവും കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇൻവെസ്റ്റിൽ നിന്നും നമ്മൾ എത്ര പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, നിലവിൽ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട്, പണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ബോറോ ചെയ്യുമ്പോൾ എത്ര ഇൻട്രസ്റ്റ് വരുന്നുണ്ട്, അതിനൊക്കെ അനുസരിച്ചാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നത്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്? ഇക്കണോമിക് ഫാക്ടേഴ്സ് ഡിറ്റർമിൻ ചെയ്യുന്ന ടോട്ടൽ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് പ്രോഫിറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ കറന്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ, എക്സ്പെക്റ്റഡ് റേറ്റ് കറന്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ നടക്കും. കാരണം പ്രോഫിറ്റ് കൂടുതലാണ്, അതിന് മുടക്കേണ്ട ചെലവ് കുറവാണ്. അതുകൊണ്ട് തന്നെ എക്സ്പെക്റ്റഡ് റേറ്റ് കൂടുമ്പോൾ, എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് പ്രോഫിറ്റ് കറന്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതലാവുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും കൂടുതലായിരിക്കും. ഇനി നേരെ തിരിച്ചാണ്, എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് പ്രോഫിറ്റ് കുറവും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലുമാണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കുറയും. ഇനി മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണ്? മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ MEC ഡിറ്റർമിൻ ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ആണ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഫ്രം ക്യാപിറ്റൽ ഗുഡ്സ്. ക്യാപിറ്റൽ ഗുഡ്സിൽ നിന്നും കിട്ടുന്ന എക്സ്പെക്റ്റഡ് റിട്ടേണും അതുപോലെ തന്നെ കോസ്റ്റിന് റിപ്ലേസ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് എന്നാണ് പറയുന്നത്. അതായത് ക്യാപിറ്റൽ ഗുഡ്സ് റിപ്ലേസ്മെന്റ് നടത്തുന്നതിനുള്ള കോസ്റ്റും, ഇവ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, അതിനനുസരിച്ചാണ് MEC തീരുമാനിക്കപ്പെടുന്നത്. MEC ഇൻക്രീസ് ചെയ്യുന്ന സമയങ്ങളാണ് ഇൻവെൻഷൻസ് അല്ലെങ്കിൽ ഇന്നോവേഷൻസ് നടക്കുമ്പോൾ. MEC ഇൻക്രീസ് ചെയ്യുക, ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ MEC കൂടുന്നത് എപ്പോഴാണ്? ഇന്നോവേഷൻസും ഇൻവെൻഷൻസും ഇക്കോണമിയിൽ നടക്കുമ്പോഴാണ്. ഇനി MEC ഡിക്രീസ് ചെയ്യുമ്പോഴാണ്? ഇപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൈസസ് കുറയുമ്പോൾ, കോസ്റ്റ് കൂടുമ്പോൾ, പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇൻഎഫിഷ്യൻസീസ് നിലനിൽക്കുമ്പോൾ, ഈ ഒരു സമയത്തൊക്കെയാണ് MECയിൽ കുറവ് സംഭവിക്കുന്നത്. ഇനി കെയ്ൻസിൻ്റെ തിയറി പ്രകാരം എങ്ങനെയാണ് ബിസിനസ് സൈക്കിൾ ഉണ്ടാവുന്നത്? അക്കോർഡിംഗ് ടു ജെയിംസ് കെയ്ൻസ്, എക്സ്പാൻഷൻ ഫേസ്, ബിസിനസ് സൈക്കിളിൻ്റെ എക്സ്പാൻഷൻ ഫേസിൽ എന്ത് സംഭവിക്കും? ഇൻവെസ്റ്റേഴ്സിന് എല്ലാം പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതായത് അവർ പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് പുലർത്തും. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് അവർ കൂടുതൽ റിട്ടേൺ പ്രതീക്ഷിക്കും, കൂടുതൽ എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് അവർ എക്സ്പെക്റ്റ് ചെയ്യും, അതിൻ്റെ ഭാഗമായിട്ട്
അവരെന്താണ് ഇൻവെസ്റ്റ്മെന്റിനെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യും. അതായത് ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റിനെ അവരെന്ത് ചെയ്യും, ഓവർ എസ്റ്റിമേറ്റ് ചെയ്യും. അപ്പോൾ എക്സ്പാൻഷൻ ഫേസിൽ ബിസിനസ് മാൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വെക്കുന്നതിന്റെ ഭാഗമായിട്ട്, ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇൻവെസ്റ്റ്മെന്റിന്റെ റിട്ടേണിനെ കുറിച്ച് അവർ ഓവർ എസ്റ്റിമേറ്റഡ് ആയിരിക്കും. ഓവർ എസ്റ്റിമേറ്റ് ആയിരിക്കും അവർക്ക് ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും റിട്ടേൺ കിട്ടുന്നതിനെ കുറിച്ച് ഉണ്ടായിരിക്കുന്നത്. ഇക്കോണമിയുടെ പാത്ത് ഓഫ് അച്ചീവിംഗ് ഫുൾ എംപ്ലോയ്മെന്റ് ഈസ് ടേംഡ് ആസ് ബൂം. ബൂം ഏത് സിറ്റുവേഷൻ ആണ്? ഇക്കോണമി ഫുൾ എംപ്ലോയ്മെന്റ് അച്ചീവ് ചെയ്യാൻ പോകുന്ന ആ ഒരു പാത്തിനെയാണ് ബൂമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇങ്ങനെ ബിസിനസ് സൈക്കിളിനെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ബിസിനസ് സൈക്കിൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കെയ്ൻസ് 3 പ്രൊപ്പൻസിറ്റീസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? പ്രൊപ്പൻസിറ്റി ടു സേവ്, പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആൻഡ് പ്രൊപ്പൻസിറ്റി ഓഫ് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ. എക്സ്പാൻഷൻ പാത്തിൽ എന്ത് സംഭവിക്കും? MEC കൂടുമ്പോൾ എന്ത് സംഭവിക്കും? എക്സ്പാൻഷൻ പാത്ത് തുടങ്ങും. കാരണം MEC മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ MEC കൂടുന്തോറും ഇൻവെസ്റ്റ്മെന്റ് കൂടും, ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടും. അതിന്റെ ഭാഗമായിട്ട് എന്തെല്ലാം കൂടും? ഔട്ട്പുട്ട് കൂടുന്നു, ലേബേഴ്സിന് തൊഴിൽ കിട്ടുന്നു, ഇൻകം കൂടുന്നു. ഇങ്ങനെ എക്സ്പാൻഷൻ പാത്തിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ കുറവാണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കോൺട്രാക്ഷൻ, ഇതിന്റെ ഒരു വൈസ് വേഴ്സ ആയിട്ട് സംഭവിക്കാനാണ് ചാൻസ്. ഇങ്ങനെ ഈ ഒരു പ്രൊപ്പൻസിറ്റി ടു സേവ്, പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, പ്രൊപ്പൻസിറ്റി ഓഫ് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ, ദാറ്റ് ഈസ് പ്രൊപ്പൻസിറ്റി ഓഫ് MEC, ഈ ഒരു 3 പ്രൊപ്പൻസിറ്റിയുടെ ബേസിലാണ് ബിസിനസ് സൈക്കിളിനെ കെയ്ൻസ് അനലൈസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് തിയറിയാണ് സാമുവൽസൺ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മൾട്ടിപ്ലയർ എക്സലറേറ്റർ ഇന്ററാക്ഷൻ തിയറി. മൾട്ടിപ്ലയർ എക്സലറേറ്റർ ഇന്ററാക്ഷൻ തിയറി. പോസ്റ്റ് കെയ്നീഷ്യൻസ് തിയറീസ് അല്ലെങ്കിൽ കെയ്ൻസിന് ശേഷം വന്ന ഇക്കണോമിസ്റ്റുകളെല്ലാം മൾട്ടിപ്ലയർ എക്സലറേറ്റർ ഇന്ററാക്ഷൻ വഴിയാണ് ബിസിനസ് സൈക്കിളിനെ അനലൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇതിൽ പോൾ സാമുവൽസന് അദ്ദേഹത്തിന്റെ മോഡലിൽ എന്ത് യൂസ് ചെയ്തു? മൾട്ടിപ്ലയർ എക്സലറേറ്റർ ഇന്ററാക്ഷൻ യൂസ് ചെയ്തു. ഈ മൾട്ടിപ്ലയറും എക്സലറേറ്ററും ഇന്ററാക്ട് ചെയ്യുന്ന ബിസിനസ് സൈക്കിൾ തിയറി, ഫസ്റ്റ് ബിസിനസ് സൈക്കിൾ തിയറിയാണ് എന്ത്? സാമുവൽസന്റെ മൾട്ടിപ്ലയർ എക്സലറേറ്റർ തിയറി. ഇതിൽ അദ്ദേഹം ഈ ഒരു ബിസിനസ് സൈക്കിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് മൾട്ടിപ്ലയറിന്റെയും എക്സലറേറ്ററിന്റെയും സഹായത്തോട് കൂടിയിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതായത് മൾട്ടിപ്ലയറും എക്സലറേറ്ററും ഏത് രീതിയിൽ ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് ഇക്കോണമിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്, കൺസംഷൻ കൂടുന്നത്, ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ് കൂടുന്നത് എന്നുള്ളതെല്ലാമാണ് അദ്ദേഹത്തിന്റെ തിയറിയിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് മൾട്ടിപ്ലയറും എക്സലറേറ്ററും ഏത് രീതിയിൽ ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് ഇക്കോണമിയിലെ ഇൻകം വർദ്ധിക്കുന്നത്, കൺസംഷൻ വർദ്ധിക്കുന്നത്, ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ് വർദ്ധിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ തിയറിയുടെ കാതൽ. ഈ ഒരു ഇന്ററാക്ഷൻ, മൾട്ടിപ്ലയറിന്റെയും എക്സലറേറ്ററിന്റെയും ഇന്ററാക്ഷൻ എങ്ങനെയാണ് ഇക്കണോമിക് ഫ്ലക്ച്വേഷൻസിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കുന്നത്, എങ്ങനെയാണ് ഇക്കണോമിക് ഫ്ലക്ച്വേഷൻസിന് കാരണമാവുന്നത് എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ തിയറി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം 2 കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ 2 കോൺസെപ്റ്റ്? ഫസ്റ്റ് വൺ ഈസ് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് ഡിറൈവ്ഡ് ഇൻവെസ്റ്റ്മെന്റ്. ഫസ്റ്റ് വൺ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് ഡിറൈവ്ഡ് ഇൻവെസ്റ്റ്മെന്റ്. എന്താണ് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ്? ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഡ്യൂ ടു എക്സോജീനിയസ് ഫാക്ടേഴ്സ് കൊണ്ട് സംഭവിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ന്യൂ പ്രോഡക്റ്റ്, ന്യൂ പ്രൊഡക്ഷൻ ടെക്നിക്ക് ആൻഡ് മാർക്കറ്റ്, ഇതുപോലുള്ള എക്സോജീനിയസ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിനേക്കാൾ ഉപരി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എക്സോജീനിയസ് ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് മാറ്റം വരുമ്പോഴാണ് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ് ഡിറൈവ്ഡ് ഇൻവെസ്റ്റ്മെന്റ്?
നമ്മുടെ ഡിറൈവ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ആ പേര് സൂചിപ്പിക്കുന്നതിൽ തന്നെ ഉണ്ട് അല്ല, ഡിറൈവ്ഡ് ആണ്. എന്തിൽ നിന്നോ ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ഡിറൈവ്ഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ഏതിൽ നിന്നും വരുന്നു? കൺസ്യൂമർ ഗുഡ്സിന്റെ ഡിമാൻഡിൽ നിന്നുമാണ് ക്യാപിറ്റൽ ഗുഡ്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡിറൈവ്ഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് കൺസ്യൂമർ ഗുഡ്സ്, നമ്മുടെ കൺസ്യൂമേഴ്സിന്റെ ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ പ്രൊഡക്ഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് തയ്യാറാവും അല്ലെങ്കിൽ നിർബന്ധിതമാവും. അത്തരത്തിൽ കൺസ്യൂമേഴ്സിന്റെ ഡിമാൻഡ് കൂടിയത് കൊണ്ടാണ് ക്യാപിറ്റൽ ഗുഡ്സിൽ ഇൻവെസ്റ്റ്മെന്റ് നടന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ഡിറൈവ്ഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റും ഡിറൈവ്ഡ് ഇൻവെസ്റ്റ്മെന്റും പോൾ സാമുവൽസന്റെ തിയറിയിലെ പ്രധാനപ്പെട്ട 2 ഫാക്ടേഴ്സ് ആണ്. ഈ ഒരു ഫാക്ടേഴ്സിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് അദ്ദേഹത്തിന്റെ മോഡല് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ മോഡലിലെ അസംഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, കറന്റ് പീരീഡ് ഓഫ് സ്പെൻഡിങ് എന്ന് പറയുന്നത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കും? മുമ്പത്തെ കഴിഞ്ഞ വർഷത്തെ ഇൻകവുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻകം ഇൻ ദി പ്രിസീഡിങ് പീരീഡിലെ ഇൻകവുമായിട്ടാണ് എന്ത് ബന്ധപ്പെട്ടിരിക്കുന്നത്? കറന്റ് പീരീഡ് സ്പെൻഡിങ് ബന്ധപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ഇൻകവും ഈ വർഷത്തെ കൺസംഷനും തമ്മിലാണ് റിലേഷൻ കാണുന്നത്. ഇനി കറന്റ് പീരീഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്തുമായി റിലേറ്റ് ചെയ്തിരിക്കും? ഇൻകം ചേഞ്ച് ചെയ്യുന്നതിന് ലാഗ് ഓഫ് ടൈം പീരീഡ്. അപ്പം ഓരോ ടൈമിലും ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിൽ ഇൻകം ചേഞ്ച് ചെയ്യുന്നത് പല രീതിയിലായിരിക്കും. അവിടെ ഇൻകത്തിന്റെ ഇൻക്രീസിങ്ങിലും ഡിക്രീസിങ്ങിലും ഒരു ലാഗ് സംഭവിക്കാം. ആ ലാഗിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് തീരുമാനിക്കുന്നത്? കറന്റ് പീരീഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് തീരുമാനിക്കപ്പെടുന്നത്. ദെൻ ഇവിടെ ഗവൺമെന്റ് സ്പെൻഡിങ് എന്ന് പറയുന്ന ഒരു എക്സോജീനിയസ് ഫാക്ടേഴ്സ് ഉണ്ട്. ആ എക്സോജീനിയസ് ഫാക്ടേഴ്സിനെ കോൺസ്റ്റന്റ് ആയിട്ടാണ് നിലനിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഗവൺമെന്റ് സ്പെൻഡിങ് എന്തായിട്ടാണ്? കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തിയിരിക്കുന്നു. ഗവൺമെന്റ് സ്പെൻഡിങ് എന്ന് പറയുന്നത് ഒരു എക്സോജീനിയസ് ഫാക്ടറാണ്. ആ ഫാക്ടറിനെ കോൺസ്റ്റന്റ് ആയിട്ട് മാറ്റം വരാതെ നിലനിർത്തിയിരിക്കുന്നു. മാത്രവുമല്ല എക്സോജീനിയസ് ആയിട്ടുള്ള മറ്റു സ്പെൻഡിങ്സിനെ എല്ലാം ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. എല്ലാ എക്സോജീനിയസ് സ്പെൻഡിങ്സിനെയും ഇൻകത്തെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ കോൺസ്റ്റന്റ് ആയിട്ടാണ് സാമുവൽസൺ നിലനിർത്തിയിട്ടുള്ളത്. ഇങ്ങനെ എക്സോജീനിയസ് ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഗവൺമെന്റ് സ്പെൻഡിങ്ങിനെയും ഫോറിൻ ട്രേഡിനെയും സാമുവൽസന്റെ മോഡലിൽ കൺസിഡർ ചെയ്യുന്നില്ല. അതായത് ഗവൺമെന്റ് ആക്ടിവിറ്റീസും ഫോറിൻ ട്രേഡും എന്തായിട്ട് നിലനിർത്തുന്നു? കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തുന്നു. അതുകൊണ്ട് തന്നെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് കൺസംഷന്റെയും ഇൻവെസ്റ്റ്മെന്റിന്റെയും അഗ്രിഗേറ്റ് ആണ് എന്ന് പറയാം. അപ്പോൾ YT ഈസ് ഈക്വൽ ടു CT പ്ലസ് IT ആണ്. YT എന്ന് പറയുന്നത് നാഷണൽ ഇൻകം അറ്റ് ദി കറന്റ് പീരീഡ് അല്ലെ, അറ്റ് ദി ടൈം പീരീഡ്. CT എന്ന് പറയുന്നത് total consumption expenditure at T period or at the current period. IT means investment expenditure at the T time period or T current period. T എന്ന് പറയുന്നത് ടൈം പീരീഡ് ആണ്. കറന്റ് പീരീഡിനെയാണ് ഇവിടെ T ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ Y is equal to C plus I ആണ്. കൺസംഷനും ഇൻവെസ്റ്റ്മെന്റും മാത്രമാണ് നാഷണൽ ഇൻകത്തെ സ്വാധീനിക്കുന്നത്, നാഷണൽ ഇൻകത്തെ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് പോൾ സാമുവൽസന്റെ തിയറി. ഇനി ഇതിന്റെ ബേസിൽ ഈ ഒരു നാഷണൽ ഇൻകവും കൺസംഷനും ഇൻവെസ്റ്റ്മെന്റും നമ്മൾ റിലേഷൻ കണ്ടു. അതിൽ നിന്നും കൺസംഷനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻവെസ്റ്റ്മെന്റ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ കൺസംഷൻ എന്ന് പറയുന്നതിന്റെ ഒരു ടൈം പീരീഡ് വരുന്നുണ്ട്. കാരണം ഈ വർഷമാണ് ഇൻകം ലഭിക്കുന്നതെങ്കിൽ അടുത്ത വർഷമായിരിക്കും എന്ത് ചെയ്യുന്നത്? കൺസ്യൂം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ കറന്റ് പീരീഡിലെ കൺസംഷൻ എന്ന് പറയുന്നത് പ്രീസീഡിങ് പീരീഡിലെ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതെങ്ങനെയാണ്? കൺസംഷൻ അറ്റ് T പീരീഡ് അല്ലെങ്കിൽ കറന്റ് പീരീഡ്. ഈ വർഷത്തെ കൺസംഷൻ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ആൽഫ ഓഫ് YT മൈനസ് 1 ആണ്. ആൽഫ ഓഫ് YT മൈനസ് 1 ആണ്. YT മൈനസ് 1 എന്ന് പറയുന്നത് പ്രീവിയസ് പീരീഡിലെ അല്ലെങ്കിൽ പ്രിസീഡിങ് പീരീഡിലെ ഇൻകത്തെയാണ് YT മൈനസ് 1 എന്ന് പറയുന്നത്. T മൈനസ് 1 എന്ന് പറയുന്നത് പ്രിസീഡിങ് ടൈം പീരീഡ് ആണ് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെയാണ് T മൈനസ് 1 എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. YT മൈനസ് 1 ഇൻകം ഫോർ T മൈനസ് ടൈം പീരീഡ് എന്നുള്ളതാണ്. ദെൻ ആൽഫ എന്തിനെ സൂചിപ്പിക്കുന്നു? ഡെൽറ്റ C ബൈ ഡെൽറ്റ Y. വാട്ട് ഈസ് ദാറ്റ്? ദാറ്റ് ഈസ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, MPC. മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. എന്തായിരുന്നു മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം? നമ്മൾ കണ്ടിട്ടുള്ളതാണ്.
MPC മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറയുമ്പോൾ ഇൻകം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് കൺസംഷനിൽ എത്രത്തോളം ചേഞ്ച് വരുന്നു എന്നുള്ളതാണ്. ഇൻകത്തിലെ ചേഞ്ചിനനുസരിച്ച് കൺസംഷനിൽ എത്രത്തോളം ചേഞ്ച് വരുന്നു എന്നുള്ളതാണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം കാണിക്കുന്നത്. അപ്പോൾ ഇൻകം എന്ന് പറയുന്നത്, നാഷണൽ ഇൻകം എന്ന് പറയുന്നത് കൺസംഷൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും കോമ്പിനേഷനാണ്. കൺസംഷൻ എന്ന് പറയുന്നത് പ്രീവിയസ് ഇൻകത്തിൻ്റെ ബേസിലാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ MPC ഓഫ് പ്രീവിയസ് ടൈം പീരിയഡ് ഇൻകം എന്നുള്ളതാണ് കൺസംഷൻ. MPC ഇൻറ്റു ഇൻകം ഇൻ ദി പ്രീവിയസ് പീരിയഡ് എന്നുള്ളതാണ്. അതാണ് എന്തിനു തീരുമാനിക്കുന്നത്, കൺസംഷനെ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ആരുടെ മോഡൽ, സാമുവൽസന്റെ മോഡൽ. കൺസംഷൻ ഇൻ എ പീരിയഡ് ടി എന്ന് പറയുന്നത് അല്ലേ, ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ കറണ്ട് പീരീഡ് ഓഫ് കൺസംഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്, പ്രീവിയസ് പീരീഡിലെ ഇൻകവുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ പ്രീവിയസ് ലെവൽ ഓഫ് ഇൻകം ആണ് എന്ത് തീരുമാനിക്കുന്നത്, കറണ്ട് ലെവൽ ഓഫ് കൺസംഷൻ തീരുമാനിക്കുന്നത്. ഇങ്ങനെ കൺസംഷൻ ഡിറ്റർമിൻ ചെയ്യുന്നതിൽ ഒരു 1 പീരീഡ് ഓഫ് ടൈം ലാഗ് വരുന്നുണ്ട്. 1 പീരീഡിന്റെ ടൈം ലാഗ് എവിടെ വരുന്നുണ്ട്, കൺസംഷൻ ഡിറ്റർമിൻ ചെയ്യുന്ന സമയത്ത് വരുന്നുണ്ട്. ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റും കൺസംഷനും തമ്മിലും എന്ത് നിലനിൽക്കുന്നുണ്ട്, ഇത്തരത്തില് 1 ഇയറിന്റെ ഒരു ലാഗ് അപ്പോൾ നിലനിൽക്കും. കാരണം ഇൻകവും കൺസംഷനും തമ്മിൽ എന്ത് നിലനിൽക്കുന്നുണ്ട്, 1 ഇയറിന്റെ ഗ്യാപ്പ് അല്ലെങ്കിൽ 1 ഇയറിന്റെ ലാഗ് നിലനിൽക്കുന്നുണ്ട്. ഈ ലാഗ് എവിടെയും അഫക്റ്റ് ചെയ്യും, ഇൻവെസ്റ്റ്മെന്റിലും അഫക്റ്റ് ചെയ്യും. കൺസംഷന്റെ ഈ ഒരു ലാഗ് ഇൻവെസ്റ്റ്മെന്റിലും അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, ഇൻവെസ്റ്റ്മെന്റ് അറ്റ് കറന്റ് പീരീഡ് IT ഈസ് ഈക്വൽ ടു ബീറ്റ ഓഫ് CT മൈനസ് 1. കറന്റ് ലെവൽ ഓഫ് കൺസംഷനും പ്രീവിയസ് ലെവൽ ഓഫ് കൺസംഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് CT മൈനസ് 1. ഇത് ബീറ്റ എമൗണ്ടിൽ, ബീറ്റ എന്ന് പറയുന്നത് എന്താണ്, ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് റേഷ്യോ എന്നുള്ളതാണ് ബീറ്റ. അതായത് എക്സലറേറ്ററിനെയാണ് എന്ത് കാണിക്കുന്നത്, ബീറ്റ കാണിക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് കറന്റ് പീരീഡ് ഓഫ് കൺസംഷനും പ്രീവിയസ് പീരീഡ് അല്ലെങ്കിൽ പ്രിസീഡിംഗ് പീരീഡിലെ കൺസംഷനും തമ്മിലുള്ള ഡിഫറൻസിന്റെ എക്സലറേറ്റർ എമൗണ്ടിലാണ് ഇൻവെസ്റ്റ്മെന്റ് ഗ്രോ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു തിയറി കാണിക്കുന്നത്. അതായത് കൺസ്യൂമർ ഗുഡ്സിന്റെ ഡിമാൻഡിൽ നിന്നുമാണ് ഇൻകം ലെവല് ഇൻക്രീസ് ചെയ്യുന്നത്. കൺസ്യൂമർ ഗുഡ്സിന്റെ ഡിമാൻഡ് കൂടുന്തോറും ഇൻകം ലെവലും വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇത്തരത്തില് മൾട്ടിപ്ലയറും എക്സലറേറ്ററും ഇന്ററാക്ട് ചെയ്യുകയും ഇൻകം എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ റേറ്റിൽ ഗ്രോ ചെയ്യുകയും ചെയ്യും. കാരണം ഇവിടെ കണ്ടു കൺസംഷന്റെ എക്സലറേറ്റർ ടൈമിലാണ് ഇൻവെസ്റ്റ്മെന്റ് ഗ്രോ ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെന്റിന്റെ എക്സലറേറ്റർ റേറ്റിലാണ് എന്ത് ഗ്രോ ചെയ്യുന്നത്, നാഷണൽ ഇൻകം ഗ്രോ ചെയ്യുന്നത്. ഇത്തരത്തില് മൾട്ടിപ്ലയറും എക്സലറേറ്ററും കൂടെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇക്കോണമിയിൽ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ റേറ്റിലുള്ള ഒരു ഗ്രോത്ത് ഇൻകത്തിൽ സംഭവിക്കും. ഇങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്, ബിസിനസ് സൈക്കിൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ആരുടെ കണ്ടെത്തൽ, നമ്മുടെ പോൾ സാമുവൽസന്റെ മോഡൽ. ഇവിടെ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്തിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കുന്നത്, മൾട്ടിപ്ലയർ ഇഫക്റ്റിലേക്കും അതുവഴി ഡിറൈവ്ഡ് ഇൻവെസ്റ്റ്മെന്റിലും അഫക്ട് ചെയ്യുന്നത്. ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ ഇഫക്റ്റിൽ അല്ലെങ്കിൽ ആക്സലറേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് അവിടെ സംഭവിക്കുന്നത്. മൾട്ടിപ്ലയർ ഇഫക്റ്റിലാണ് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് എന്തിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കുന്നത്, ഡിറൈവ്ഡ് ഇൻവെസ്റ്റ്മെന്റിലേക്കും അതുവഴി ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു എക്സലറേഷനും ഇക്കോണമിയിൽ സംഭവിക്കുന്നത്. ഇത്തരത്തിൽ മൾട്ടിപ്ലയറും എക്സലറേറ്ററും കൂടെ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്താണ് ഒരു ബിസിനസ് സൈക്കിള് ഫോം ചെയ്യുന്നത്. ഇനി ബിസിനസ് സൈക്കിൾ ഫോം ചെയ്യുന്നതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഈ ഒരു ഫിഗറിൽ അല്ലെ റീജിയൻ A, B, C, D, E എന്ന് പറയുന്ന 5 റീജിയൻസ് ഇവിടെ കാണുന്നുണ്ട്. സൈക്കിളിന്റെ ഓരോ രൂപങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് A എന്ന് പറയുന്ന കേസ് നോക്കാം. മൾട്ടിപ്ലയർ ഇഫക്റ്റ് ഓൺലി വേർ ദി വാല്യൂ ഓഫ് V ഈസ് 0. ഇവിടെ മൾട്ടിപ്ലയർ ഇഫക്റ്റ് എന്താണ്, 0 ആയിട്ടാണ് കണക്കാക്കുന്നത്. A എന്ന് പറയുന്ന റീജിയനിൽ മൾട്ടിപ്ലയറും എക്സലറേറ്ററും എന്താണ്, 0 ആണ്. വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ ഓർ എക്സലറേറ്റർ ഈസ് 0 ആണ്. A എന്ന് പറയുന്ന റീജിയനിൽ ഒരു തരത്തിലുള്ള സൈക്കിളും നമുക്ക് കാണാൻ കഴിയില്ല. ഇവിടെ എന്താണ്, A എന്ന് പറയുന്ന റീജിയനിൽ മൾട്ടിപ്ലയറിന്റെയും അതുപോലെ തന്നെ എക്സലറേറ്ററിന്റെയും വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. A എന്ന് പറയുന്ന റീജിയൻ എയിൽ നമ്മൾ കണ്ടു ഇവിടെ സൈക്കിൾലെസ് പാത്താണ് കാണുന്നത്. അതായത് സൈക്കിൾസ് ഒന്നുമില്ല. ഇൻകം എന്ത് ചെയ്യുന്നുണ്ട്, മൾട്ടിപ്ലയറിന്റെയും എക്സലറേറ്ററിന്റെയും ഇന്ററാക്ഷൻ ഈ ഒരു ഭാഗത്ത് സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു,
ഈ ഒരു എ എന്ന് പറയുന്ന റീജിയനിലാണ് മൾട്ടിപ്ലയറും ആക്സലറേറ്ററും ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോമ്പിനേഷനിൽ, ഒരു പ്രത്യേക കോമ്പിനേഷനിൽ മൾട്ടിപ്ലയറും ആക്സലറേറ്ററും ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇൻകം കൂടിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ സൈക്കിൾലെസ് ആയിട്ടുള്ള ഒരു പാത്ത്, സൈക്കിള് ഇവിടെ നടക്കുന്നില്ല, ബിസിനസ് സൈക്കിൾ ഇവിടെ സംഭവിക്കുന്നില്ല. എ എന്ന് പറയുന്ന റീജിയനിൽ ബിസിനസ് സൈക്കിൾ സംഭവിക്കുന്നില്ല. കാരണം എന്താണ്? ഇവിടെ മൾട്ടിപ്ലെയറും ആക്സലറേറ്ററും ഇന്ററാക്ട് ചെയ്യുന്ന രീതി എന്തല്ല, ശരിയല്ല. അല്ലെങ്കിൽ ഇവിടെ മൾട്ടിപ്ലെയർ 0 ആയിട്ട്, അല്ലെങ്കിൽ ആക്സലറേറ്റർ 0 ആയിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തായിട്ട് മാറുന്നു? എ എന്ന് പറയുന്ന റീജിയനിൽ സൈക്കിൾലെസ് പാത്തായിട്ട് ഈ റീജിയൻ മാറുന്നു. ഇനി സെക്കൻഡ് റീജിയൻ ബി എന്ന് പറയുന്ന റീജിയനിലേക്ക് നോക്കിയാൽ, ബി എന്ന് പറയുന്ന റീജിയനിൽ സൈക്ലിംഗ് പാത്താണല്ലേ, ഡാംപ്ഡ് ആയിട്ടുള്ള ഒരു ഫ്ലക്ച്വേഷൻസ് ആണ് ഇവിടെ നടക്കുന്നത്. മൾട്ടിപ്ലെയറും ആക്സലറേറ്ററും ഒരു പ്രത്യേക രീതിയിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഡാംപ്ഡ് ആയിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് ആണ് ബി എന്ന് പറയുന്ന റീജിയനിൽ നടക്കുന്നത്. ഇനി സി എന്ന് പറയുന്ന റീജിയനിലേക്ക് വരുമ്പോൾ മൾട്ടിപ്ലെയറും ആക്സലറേറ്ററും ഇവിടെ ഇന്ററാക്ട് ചെയ്യുന്നത് എന്താണ്? വളരെ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് ഇവിടെ കാണുന്നുണ്ട്. ഇൻക്രീസ് ചെയ്യുന്നതും ഡിക്രീസ് ചെയ്യുന്നതുമെല്ലാം ഒരു കോൺസ്റ്റന്റ് ഫ്ലക്ച്വേഷൻ ആണ് സി എന്ന് പറയുന്ന റീജിയനിൽ നടക്കുന്നത്. ഇനി ഡി എന്ന് പറയുന്ന റീജിയനിൽ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് ആണ് നടക്കുന്നത്. മൾട്ടിപ്ലെയറിന്റെയും ആക്സലറേറ്ററിന്റെയും ഇന്ററാക്ഷൻ പ്രകാരം ഡി എന്ന് പറയുന്ന റീജിയനിൽ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് നടക്കുന്നു. ഡി എന്ന് പറയുന്ന റീജിയനിൽ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു ഫ്ലക്ച്വേഷൻസ് ആണ് നടക്കുന്നത്. എ എന്ന് പറയുന്നതിൽ എന്താണ്? സൈക്കിൾലെസ് പാത്ത് ആണ് അല്ലെ, ഇവിടെ സൈക്ലിംഗ് നടക്കുന്നില്ല. ബി എന്ന് പറയുന്ന റീജിയനിൽ എന്താണ്? ഡാംപ്ഡ് ആയിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് ആണ് നടക്കുന്നത്. സി എന്ന് പറയുന്ന റീജിയനിൽ എന്താണ് നടക്കുന്നത്? കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് ആണ് നടക്കുന്നത്. ഡി എന്ന് പറയുന്ന റീജിയനിൽ എന്ത് നടക്കുന്നു? വളരെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു ട്രേഡ് സൈക്കിളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ കോൺസ്റ്റന്റ് ആയിരുന്നു, സിയിൽ കോൺസ്റ്റന്റ് ആയിരുന്നു. അതേസമയം ഡിയിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇൻക്രീസിങ് വളരെ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുന്നു, അതുപോലെ തന്നെ വളരെ രീതിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത്തരത്തിൽ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു സൈക്കിളാണ് ഡി എന്ന് പറയുന്ന റീജിയനിൽ കാണാനാവുന്നത്. ഇനി ഈ ഒരു കോമ്പിനേഷൻ, ഈ ആൽഫ ആൻഡ് ബീറ്റ, അതായത് ബി എന്ന് പറയുന്ന ആക്സലറേറ്ററിന്റെയും ആൽഫ എന്ന് പറയുന്ന നമ്മുടെ മൾട്ടിപ്ലെയറിന്റെയും കോമ്പിനേഷൻസ് പല രീതിയിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ നമ്മൾ മുമ്പത്തെ സ്ലൈഡുകളിൽ കണ്ടിട്ടുള്ള പാത്തുകൾ കിട്ടുന്നത്, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈക്കിളുകളാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് ആൽഫ നമ്മളിവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തി. ഫസ്റ്റ് അവിടെ 5 റീജിയൻസ് വന്നിട്ടുണ്ട്, എ ബി സി ഡി ഇ എന്ന് പറയുന്നത്. ഫസ്റ്റ് റീജിയനും ലാസ്റ്റ് റീജിയനും എന്താണ്? സൈക്കിൾലെസ് പാത്താണ്, അല്ലെങ്കിൽ സൈക്കിൾലെസ് പാത്താണ് എന്ത്? എ എന്ന് പറയുന്ന റീജിയനും ഇ എന്ന് പറയുന്ന റീജിയനും, അതായത് ഫസ്റ്റ് റീജിയനും ലാസ്റ്റ് റീജിയനും. അവിടെ എന്താണ്? എന്ത് നടക്കുന്നില്ല? നമ്മുടെ സൈക്കിൾ നടക്കുന്നില്ല. അവിടെ ഇൻകം കൂടിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഒന്ന് നല്ല രീതിയിലും മറ്റൊന്ന് വളരെ കുറഞ്ഞ രീതിയിലുമാണ് ഇൻകം കൂടിക്കൊണ്ടിരിക്കുന്നത്. എയിൽ കുറഞ്ഞ രീതിയിലും ലാസ്റ്റ് ഇ എന്ന് പറയുന്ന ഫേസിൽ വളരെ വലിയ രീതിയിലും ഇൻകം കൂടിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇവിടെ നോക്കിയാൽ ആൽഫ 0.5 ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മൾട്ടിപ്ലെയറിനെ നമ്മൾ സ്ഥിരമായിട്ട് നിലനിർത്തിയിരിക്കുന്നു. അതിൻ്റെ കൂടെ ആക്സലറേറ്ററിന്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് എടുക്കുമ്പോഴാണ് ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള സൈക്കിളുകൾ നമുക്ക് കിട്ടുന്നത്. ഈ സെക്കൻഡ് ബി എന്ന് പറയുന്ന റീജിയനിൽ എന്താണ്? ആൽഫ 0.5 ആണ്, ബീറ്റ അല്ലെങ്കിൽ ആക്സലറേറ്റർ എന്താണ്? 1 ആണ്. 0ൽ നിന്ന് 1 ആക്കുമ്പോൾ ഡാംപ്ഡ് ആയിട്ടുള്ള ഒരു ഫ്ലക്ച്വേഷൻസ് നമുക്ക് കാണാൻ കഴിയും. ദെൻ വീണ്ടും ബീറ്റ 2 ആയിട്ട് 0.5നോട് കൂടെ കൂട്ടുമ്പോൾ സി എന്ന് പറയുന്ന റീജിയനിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ആംപ്ലിറ്റ്യൂഡിലുള്ള ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. ഫ്ലക്ച്വേഷൻസിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ദെൻ ആക്സലറേറ്ററിനെ നമ്മൾ വീണ്ടും 3 ആക്കി വർദ്ധിച്ചപ്പോൾ എക്സ്പ്ലോസീവ് സൈക്കിൾ നമുക്ക് കിട്ടി. ദെൻ ബീറ്റ 4 ആയിട്ട് വർദ്ധിച്ചപ്പോഴോ സൈക്കിളും എന്താണ്? എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു സൈക്കിൾലെസ് പാത്താണ് നമുക്ക് കിട്ടിയത്. അതായത് ഇൻകം വളരെ ഉയർന്ന രീതിയിലാണ് ഇൻകം കൂടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വേറെ മറ്റൊരു രീതിയിലുള്ള ഫ്ലക്ച്വേഷൻസും അവിടെ സംഭവിക്കുന്നില്ല. ബിസിനസ് സൈക്കിളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അവസാനത്തെ തിയറിയാണ് ഹിഗ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഹിഗ്സിയൻ തിയറി എന്ന് പറയുന്നത്. ഹിഗ്സിന്റെ ബിസിനസ് സൈക്കിൾ തിയറി
ഹരോൾഡ് ഡോമറിന്റെ ഗ്രോത്ത് തിയറിയുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു. അതായത് ഹിഗ്സിന്റെ അഭിപ്രായത്തിൽ എക്കണോമിക് ഗ്രോത്തും ബിസിനസ് സൈക്കിളും സൈമിൾട്ടാനിയസ്ലി ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്തിന്റെ പാർട്ടായിട്ട് വരുന്നതാണ് എന്ത് ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസ് സൈക്കിൾ തിയറിയെ ഗ്രോത്ത് തിയറി ആയിട്ടും അദ്ദേഹം അസ്യൂം ചെയ്യുന്നുണ്ട്. അതായത് ഗ്രോത്തും ബിസിനസ് സൈക്കിളും ഒരേ സമയമാണ് പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ഗ്രോത്തിന്റെ ഭാഗമായിട്ടാണ് ഇക്കോണമിയിൽ ബിസിനസ് സൈക്കിൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസ് സൈക്കിൾ തിയറിനെ നമുക്ക് ഗ്രോത്ത് തിയറി എന്നും പറയാനാവും എന്നുള്ളതാണ് ഹിഗ്സിന്റെ അഭിപ്രായം. അദ്ദേഹത്തിന്റെ തിയറിയിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രധാന കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സേവിങ് ഇൻവെസ്റ്റ്മെന്റ് റിലേഷൻ ആൻഡ് മൾട്ടിപ്ലയർ കോൺസെപ്റ്റ്. കെയ്ൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സേവിങ് ഇൻവെസ്റ്റ്മെന്റിന്റെ റിലേഷനും മൾട്ടിപ്ലയറും അദ്ദേഹം ഈ ഒരു തിയറിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ ജെയിം ക്ലാർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എക്സലറേഷൻ തിയറി അല്ലെങ്കിൽ എക്സലറേറ്ററും അദ്ദേഹം ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സാമുവൽസന്റെ മൾട്ടിപ്ലയർ എക്സലറേറ്റർ ഇന്ററാക്ഷനും അദ്ദേഹത്തിന്റെ തിയറിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഹരോൾഡ് ഡോമറിന്റെ ഗ്രോത്ത് മോഡൽ. ഇതിന്റെ എല്ലാം ബേസിലാണ് ഹിഗ്സിയൻ തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? സേവിങ് ഇൻവെസ്റ്റ്മെന്റ് റിലേഷൻ ആൻഡ് മൾട്ടിപ്ലയർ ഗിവൺ ബൈ കെയ്ൻസ്, എക്സലറേറ്റർ ഗിവൺ ബൈ ക്ലാർക്ക്, മൾട്ടിപ്ലയർ ആൻഡ് എക്സലറേഷൻ ഗിവൺ ബൈ പോൾ സാമുവൽസൺ ആൻഡ് ഗ്രോത്ത് മോഡൽ ഓഫ് ഹരോൾഡ് ഡോമർ. ഇത്രയും കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ്, ഇത്രയും കാര്യങ്ങളിലൂടെയാണ് ഹിഗ്സ് അദ്ദേഹത്തിന്റെ ബിസിനസ് സൈക്കിൾ തിയറി അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി ഹിഗ്സിയൻ തിയറിയിലെ അസംഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹിഗ്സിയൻ തിയറി മുന്നോട്ട് വെക്കുന്ന അസംഷൻസ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഗ്രോത്ത്. ഇക്വിലിബ്രിയം ഗ്രോത്ത് റേറ്റ് സംഭവിക്കുന്നത് എപ്പോഴാണ്? റിയലൈസ്ഡ് ഗ്രോത്ത് റേറ്റും നാച്ചുറൽ ഗ്രോത്ത് റേറ്റും ഈക്വൽ ആവുമ്പോഴാണ് ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഗ്രോത്ത് സംഭവിക്കുന്നത്. റിയലൈസ്ഡ് ഗ്രോത്ത് റേറ്റും നാച്ചുറൽ ഗ്രോത്ത് റേറ്റും ഈക്വൽ ആവുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഇക്വിലിബ്രിയം ഗ്രോത്ത് റേറ്റ് സംഭവിക്കുന്നത്. ഈ ഇക്വിലിബ്രിയം ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റിന്റെയും വോളണ്ടറി സേവിങ്ങിന്റെയും ഹെൽപ്പോട് കൂടിയിട്ടാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റും വോളണ്ടറി സേവിങ്സും കൂടുമ്പോഴാണ് ഇക്വിലിബ്രിയം ഗ്രോത്ത് റേറ്റ് സംഭവിക്കുന്നത്. ഇനി സാമുവൽസന്റെ പോലെ തന്നെ സാമുവൽസന്റെ മൾട്ടിപ്ലയർ എക്സലറേഷൻ തിയറി അല്ലെങ്കിൽ മൾട്ടിപ്ലയർ എക്സലറേഷൻ എന്നുള്ള കോൺസെപ്റ്റ് ഇവിടെ ഹിഗ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈം ലാഗ് ഇവിടെ വരുന്നുണ്ട്. 1 ഇയറിന്റെ ടൈം ലാഗ് കൺസംഷന്റെ ഇടയ്ക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് കെയ്ൻസിന്റെ അഭിപ്രായം. സേവിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പാസ്റ്റ് ഇയർ ഇൻകത്തിന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ സേവിങ് തീരുമാനിക്കുന്നത്, കൺസംഷൻ തീരുമാനിക്കുന്നത് പോലെ തന്നെ സേവിങ്സ് തീരുമാനിക്കുന്നതും ആരാണ്? പ്രീസീഡിങ് ഇയറിലെ അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിലെ ഇൻകമാണ്. അതുകൊണ്ട് തന്നെ ഈ ടൈം ലാഗ് എന്തിന് കാരണമാകുന്നു? സേവിങ്സിലും ഇൻവെസ്റ്റ്മെന്റിലും കൺസംഷനിലുമെല്ലാം വരുന്ന ഈ ഒരു 1 ഇയർ ടൈം ലാഗ് മൾട്ടിപ്ലെയർ പ്രോസസ്സിന് ഡിമിനിഷിങ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ബിസിനസ് സൈക്കിള് ഈ ഒരു ഡിമിനിഷിങ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിലേക്ക് ഏത് നയിക്കും? ഇത്തരത്തിൽ ഇൻവെസ്റ്റ്മെന്റിലും കൺസംഷനിലും സേവിങ്സിലും വരുന്ന ടൈം ലാഗ് നയിക്കും എന്നുള്ളതാണ് മറ്റൊരു അസംഷൻ. ദെൻ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രസന്റ് ഔട്ട്പുട്ടിന്റെ ഫംഗ്ഷൻ ആണ് എന്ത്? ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ദി ഫംഗ്ഷൻ ഓഫ് ഔട്ട്പുട്ട് അറ്റ് പ്രസന്റ് ഔട്ട്പുട്ടിന്റെ ഫംഗ്ഷൻ ആണെന്ത്? ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇത്തരം കോൺസെപ്റ്റ്സും അസംഷൻസും എല്ലാം ബേസ് ചെയ്തിട്ട് ഹിഗ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ തിയറിയെ നമുക്ക് ഗ്രാഫിക്കലി ഒന്ന് അനലൈസ് ചെയ്യാം. ഇതിൽ വൈ ആക്സിസിൽ കൊടുത്തിട്ടുള്ളത് ഇൻവെസ്റ്റ്മെന്റ്, നാഷണൽ ഇൻകം അല്ലെങ്കിൽ ഔട്ട്പുട്ടാണ് കാണിക്കുന്നത്. എക്സ് ആക്സിസിൽ എന്താണ് കാണിക്കുന്നത്? ടൈം പീരീഡ് ആണ് കാണിക്കുന്നത്. ഇനി ഇതിൽ 4 ലൈൻസ് ഉണ്ടല്ലേ. എ എന്ന് പറയുന്ന ലൈൻസ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? എ എന്ന് പറയുന്ന ലൈന് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. LLEE FF ഇതെല്ലാം സെയിം റൈറ്റിലാണ് എന്ത് ചെയ്യുന്നത്? റൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എ എന്ന് പറയുന്ന ലൈന് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിൽ ഈ ഹിഗ്സിന്റെ ഈ ഒരു ഗ്രാഫ് തന്നിട്ട് ഇതിലെ ലൈൻസ് ഐഡന്റിഫൈ ചെയ്യാൻ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കുക ഏതെല്ലാമാണ് ഓരോ ലൈനും, ഈ 4 ലൈൻസും എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എ എന്ന് പറയുന്നത് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്.
ഇനി ഇ എന്ന് പറയുന്ന ലൈന് ഇ എന്ന് പറയുന്ന ലൈന് ഇക്വിലിബ്രിയം ലൈനാണ്. ഇവിടെ ഓട്ടോണമസും ഇൻവെസ്റ്റ്മെന്റും എന്താണ് മൾട്ടിപ്ലൈ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ എയുടെ മൾട്ടിപ്ലയർ ഇഫക്റ്റിലാണ് ഇ എന്ന് പറയുന്ന ഇക്വിലിബ്രിയം ലൈന് നിലനിൽക്കുന്നത്. ഇനി എഫ് എന്ന് പറയുന്ന ലൈനോ, എഫ് എന്ന് പറയുന്ന ലൈന് ഫുൾ എംപ്ലോയ്മെന്റിന് അല്ലെങ്കിൽ ഏറ്റവും പീക്ക് ഫേസ് ഓഫ് ദി ഇക്കോണമിയാണ് എഫ് എന്ന് പറയുന്നത്. ഫുൾ എംപ്ലോയ്മെന്റിനെയാണ് എഫ് കാണിക്കുന്നത്. ഇനി എൽ എന്ന് പറയുന്ന ലൈൻ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? എൽ എന്ന് പറയുന്നത് ലോവർ ഇക്വിലിബ്രിയം പാത്ത് ഓഫ് ഔട്ട്പുട്ട് ആണ്. ഔട്ട്പുട്ടിന്റെ ലോവർ ഇക്വിലിബ്രിയം പാത്ത് ആണ് എന്ത് എൽ എന്ന് പറയുന്നത്. ഇനി ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതിന്റെ റിസൾട്ട് ആണ്. ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ദി റിസൾട്ട് ഓഫ് ഇൻക്രീസിങ് ഔട്ട്പുട്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൽ നിന്ന് ഈ ലൈൻസ് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കി വെക്കുക. ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കണം. എൽ ഇ എഫ് എന്ന് പറയുന്ന 4 ലൈൻസും എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ സൈക്കിൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് നാഷണൽ ഇൻകം എന്ത് ചെയ്യും? ഗ്രോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റാർട്ട് നോക്കാം. എങ്ങനെയാണ് സൈക്ലിക്കൽ പാത്തിലൂടെ പോകുന്നത്? ഇവിടെ ഇ എന്ന് പറയുന്ന ഈ ഒരു ഇക്വിലിബ്രിയം ലൈനിൽ നിന്ന് തുടങ്ങാം. ഇവിടെ P0 എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇക്കോണമി നിൽക്കുന്നത്. ഇനി ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടാവുന്ന ഇൻക്രീസിങ് മൾട്ടിപ്ലയർ ഇഫക്റ്റില് നാഷണൽ ഇൻകത്തെ വർദ്ധിപ്പിക്കും, അല്ലെങ്കിൽ നാഷണൽ ഇൻകം വർദ്ധിക്കാൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട് വർദ്ധിക്കാൻ എന്ത് കാരണമാവും? ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് കാരണമാവും. അപ്പോൾ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടാവുന്ന മൾട്ടിപ്ലയർ ഇഫക്റ്റ് നാഷണൽ ഇൻകത്തെ എങ്ങോട്ട് കൊണ്ടെത്തിക്കും? P1ലേക്ക് കൊണ്ടെത്തിക്കും. ഈ P1 എന്ന് പറയുന്നത് എന്താണ്? എഫ് ലൈനിലാണ് നിൽക്കുന്നത്. എഫ് ലൈൻ എന്ന് പറയുന്നത് ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം ആണ്, അല്ലെങ്കിൽ അപ്പർ റൈറ്റ് ആണ്. ഈ എഫിന് അപ്പുറത്തേക്ക് ഇക്കോണമി പോവില്ല, അല്ലെങ്കിൽ എഫ് ലൈനിന്റെ അപ്പുറത്തേക്ക് ആര് പോവില്ല? ഇക്കോണമി പോവില്ല. കാരണം എഫ് എന്ന് പറയുന്നത് ഫുൾ എംപ്ലോയ്മെന്റ് സിറ്റുവേഷൻ ആണ്. ഇവിടെ ഹ്യൂമന്റെ എബിലിറ്റിക്കും അതുപോലെ തന്നെ മെറ്റീരിയൽ റിസോഴ്സസിനും എല്ലാം ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ എഫ് ലൈനിന്റെ അപ്പുറത്തേക്ക് ഇക്കോണമിക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ P0യിൽ നിന്നും തുടങ്ങി P1ൽ എന്ത് ചെയ്യുന്നു? ഇക്കോണമിയുടെ ഈ ഒരു കണ്ടീഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു. അതായത് നാഷണൽ ഇൻകം വർദ്ധിക്കുന്നത്, ഔട്ട്പുട്ട് വർദ്ധിക്കുന്നത് P1ൽ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇനി ഈ എഫ് ലൈനിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് തുടരാനും ആർക്ക് കഴിയില്ല? ഇക്കോണമിക്ക് കഴിയില്ല. കാരണം ഇക്കോണമിയിലെ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ P1 മുതൽ P2 വരെ ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കും. ഈ P0 to P1 എന്ന് പറയുന്നതാണ് എന്ത്? എക്സ്പാൻഷൻ പാത്ത് എന്ന് പറയുന്നത്. എന്നിട്ട് എക്സ്പാൻഷൻ പാത്തിൽ നിന്നും ഹയർ ലെവലിൽ എത്തിയിട്ട് അവിടെ എന്ത് ചെയ്യും? ഒന്ന് കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ടൈം ലാഗ് അവിടെ നിലനിൽക്കുന്നുണ്ട്. അവിടെ കോൺസ്റ്റന്റ് ആയിട്ടൊന്ന് നിലനിൽക്കും. ഈ P1 to P2 എന്ന് വരെ അവിടെ ഒരു ബൂം ഫേസിലെത്തി, അല്ലെങ്കിൽ അവിടെ ഒരു പ്രോസ്പെരിറ്റിയിലെത്തിയിട്ട് അവിടെ നിലനിൽക്കും. പക്ഷെ ഇവിടെയും എന്താണ്? പെർമനന്റ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ആർക്കില്ല? ഇക്കണോമിക് കണ്ടീഷൻസിന് ഇല്ല, അല്ലെങ്കിൽ ഔട്ട്പുട്ടിനോ നാഷണൽ ഇൻകത്തിനോ ഇല്ല. കാരണം ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റിലെ മൾട്ടിപ്ലൈ ഇഫക്റ്റിലൊരു പിന്നോട്ട് വലിക്കും, ഇക്കോണമിയെ പിന്നോട്ട് വലിക്കും. അതായത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആരുണ്ടാക്കുന്നു? ഇക്കോണമി ഉണ്ടാക്കുന്നു. ആ സമയത്ത് എന്ത് ചെയ്യും? P2ൽ നിന്നും താഴേക്ക് ഇക്കോണമി LL ലൈനിലേക്ക് എത്തും. LL ലൈനിലേക്ക് Q1 എന്ന് പറയുന്ന ഈ ഒരു പോർഷനിലേക്ക് എത്തും. LL ലൈൻ എന്ന് പറയുന്നത് നമുക്കറിയാം ലോവർ ലെവൽ ഓഫ് ഇക്വിലിബ്രിയം ആണ് കാണിക്കുന്നത്. ഈ Q1ന് താഴേക്ക് ആർക്ക് പോകാനാവില്ല? ഇക്കോണമിക്ക് പോകാനാവില്ല. അപ്പോൾ LLഉം FFുമാണ് മാക്സിമം ലിമിറ്റും മിനിമം ലിമിറ്റും, അല്ലെങ്കിൽ ലോവർ ലിമിറ്റും. ഈ Q1ന് അപ്പുറത്തേക്ക് ആർക്ക് പോകാൻ കഴിയില്ല, അല്ലെങ്കിൽ LL ലൈനിന് താഴേക്ക് ഇക്കോണമിക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. ഇങ്ങനെ എക്സ്പാൻഷനിൽ നിന്നും എക്കോണമി P0 P1 എന്ന് പറയുന്നത് എക്സ്പാൻഷൻ കണ്ടീഷൻ ആണ്. P1 P2 വരെ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുന്നു. എന്നിട്ട് എങ്ങോട്ട് പോകുന്നു? FF ലൈനിൽ നിന്നും താഴേക്കാണ് ഇക്കോണമി മൂവ് ചെയ്തിട്ട് ഇപ്പോൾ Q1 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലാണ് ഇക്കോണമി നിൽക്കുന്നത്. ഈ ഒരു Q1 ലൈനിൽ നിന്നും താഴേക്ക് പോകാൻ ആർക്ക് കഴിയില്ല? ഇക്കോണമിക്ക് കഴിയില്ല. കാരണം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഓട്ടോണമസ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ മൾട്ടിപ്ലയർ ഇഫക്റ്റ് കാരണം താഴേക്ക് പോവാൻ ഈ ലോവർ ലൈനിൽ നിന്നും LLൽ നിന്നും താഴേക്ക് പോവാൻ ആർക്ക് കഴിയില്ല? ഇക്കോണമിക്ക് കഴിയില്ല. ഇപ്പോൾ Q1 എന്ന് പറയുന്ന ഈ ഒരു സിറ്റുവേഷനിലാണ് ആര് നിലനിൽക്കുന്നത്? ഇക്കോണമി നിലനിൽക്കുന്നത്.
ഇനി P2 to Q1 എന്ന് പറയുന്ന ഈ ഒരു ലെവലിനെയാണ് എന്ത് പറയുന്നത്, കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ P2 മുതൽ Q1 വരെയുള്ള ഈ ഒരു ലൈനിനെയാണ് എന്ത് പറയുന്നത്, കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പീരീഡ് ആണ്, ഈ ഒരു ഫേസ് ആണ് കോൺട്രാക്ഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇനി ഇവിടെയും ഒരു ടൈം ലാഗ് വരുന്നുണ്ട്. Q1 to Q2 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അതായത് Q1 നിന്നും പെട്ടെന്നൊരു ഇൻക്രീസിങ്ങോ ഇവിടെ സാധ്യമല്ല. ഇവിടെ P1 നിന്നും പെട്ടെന്ന് ഡിക്രീസിങ് സാധ്യമായിരുന്നില്ല. അവിടെ ഒന്ന് ഒരു ഷോക്സ് കാരണം അല്ലെങ്കിൽ ഒരു ടൈം ലാഗ് കാരണം അവിടെ P1 to P2 വരെ ഒന്ന് കോൺസ്റ്റന്റ് ആയിട്ട് നിലനിന്നു. അതുപോലെ തന്നെ Q1 to Q2 എന്ന് വരെ ഈ ഒരു LL ലൈനിൽ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിന്നു. പക്ഷെ ഒരിക്കലും കോൺസ്റ്റന്റ് ആയിട്ട് ഇവിടെ നിലനിൽക്കാൻ കഴിയില്ല. മൾട്ടിപ്ലയർ എക്സലറേറ്റർ ഇന്ററാക്ഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു LL ലൈനിലും പെർമനന്റ് ആയിട്ട് നിൽക്കാൻ ആർക്ക് കഴിയില്ല, ഇക്കോണമിക്ക് അല്ലെങ്കിൽ ഔട്ട്പുട്ടിനോ നാഷണൽ ഇൻകത്തിനോ കഴിയില്ല. എന്നിട്ട് Q2വിൽ നിന്നും ഇനി എങ്ങോട്ട് മൂവ് ചെയ്യും, വീണ്ടും ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഇഫക്റ്റ് കാരണം എങ്ങോട്ട് മൂവ് ചെയ്യും, Q2വിൽ നിന്നും Q3യിലേക്ക് ഇക്കോണമി മൂവ് ചെയ്യും. അത് വീണ്ടും എക്സ്പാൻഷൻ ഫേസിലേക്ക് പോകും. വീണ്ടും Q2വിൽ നിന്നും Q3 എത്തുമ്പോൾ ഇക്വിലിബ്രിയം പാർട്ട് സംഭവിക്കും. വീണ്ടും അത് എക്സ്പാൻഷനിലേക്ക് പോയി ഈ ഒരു സൈക്കിൾ തുടർന്നുകൊണ്ടേ ഇരിക്കും. ഇതിനെയാണ് ഹിക്സിയൻ ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്.